ഭരത് ചന്ദ്രൻ IPSനെ മറക്കാനാകുമോ മലയാള സിനിമ പ്രേക്ഷകർക്ക്? വെള്ളിത്തിരയിൽ തീപ്പൊരി പറിച്ച് പ്രേക്ഷക മനം കവർന്ന ഭരത് ചന്ദ്രൻ ഒരു രണ്ടാം വരവിനൊരുങ്ങുകയാണ്. സുരേഷ് ഗോപിയുടെ സൂപ്പർ സ്റ്റാർ സ്ഥാനം അരക്കിട്ടുറപ്പിച്ച ഭരത് ചന്ദ്രൻ എന്ന പോലീസ് വേഷം നമുക്ക് നൽകിയത് രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിലെത്തിയ കമ്മീഷണർ എന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ചുകൊണ്ടാണ് അന്ന് സുരേഷ് ഗോപി കമ്മീഷണറിലൂടെ മലയാള സിനിമയിൽ ചരിത്രം കുറിച്ചത്. അതേ കമ്മീഷണർ വീണ്ടും എത്തുമ്പോൾ പുതിയ കാലത്തിന്റെ പ്രേക്ഷകർക്ക് കൂടി ഭരത് ചന്ദ്രനെ നെഞ്ചേറ്റാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. റീ റിലീസുകൾ തിയേറ്ററുകൾ വാഴുന്ന ഈ കാലത്ത് കമ്മീഷണർ പോലെയുള്ള സിനിമകൾക്ക് നല്ല മാർക്കറ്റാണ് എന്നത് ഉറപ്പാണ്. ആ ഉറപ്പിൽ ബലമായി പിടിച്ചുകൊണ്ടാണ് കമ്മീഷണർ വീണ്ടും എത്തുന്നത്. തീപാറുന്ന ഡയലോഗുകളും കയ്യടി വാങ്ങുന്ന ശരീരഭാഷയും കൊണ്ട് സുരേഷ് ഗോപി വീണ്ടും തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ പുതിയ തലമുറയിലെ പ്രേക്ഷകർ അതെങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാനാവില്ലെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും ഈ ചിത്രം കാണാൻ ഒരുങ്ങുമെന്നതിൽ സംശയമില്ല. 1994 രഞ്ജി പണിക്കർ തിരക്കഥ രചിച്ച് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ സിനിമ ആക്ഷനും ഇടിവെട്ട് ഡയലോഗുകളുമായാണ് പ്രേക്ഷക മനം കവർന്നത്. സുരേഷ് ഗോപിയുടേത് ചിത്രത്തിലെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് ആരും സമ്മതിക്കും. ഒപ്പം വില്ലൻ വേഷത്തിൽ മിന്നിച്ച രതീഷും കയ്യടി വാങ്ങി. സഹതാരങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജോലി ഭംഗിയായി നിർവഹിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ചത് ഒരു പുതിയ തരം സിനിമയായിരുന്നു. 31 വർഷങ്ങൾക്ക് ശേഷം 4K ദൃശ്യമികവോടെ 2026 ജനുവരിയിൽ ചിത്രം തിയേറ്ററിൽ എത്തുകയാണ്. സുരേഷ് ഗോപിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പുറത്തുവിട്ട റീമാസ്റ്ററിംഗ് ട്രെയിലറിന് ലഭിച്ച വമ്പൻ സ്വീകാര്യത ചിത്രം രണ്ടാം വരവിൽ വീണ്ടും ഞെട്ടിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ കൗതുകവും ആവേശവും നിറയ്ക്കുന്ന ഒന്നാണ്. ചിത്രത്തിലെ പല ഡയലോഗുകളും ഇന്നും പ്രേക്ഷകർ ഏറ്റുപറയുന്നവയാണ്. ഷാജി കൈലാസിന്റെ സ്റ്റൈലിസ്റ്റിക് സംവിധാനവും സുരേഷ് ഗോപിയുടെ അഭിനയ മികവും കൊണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ അന്ന് ഹിറ്റായി മാറി എന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ശോഭന, വിജയരാഘവൻ, ഗണേഷ് കുമാർ, രാജൻ P. ദേവ്, ഭീമൻ രഘു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. ചിത്രം തമിഴിലേക്കും തെലുങ്കിലേക്കും ഡബ് ചെയ്യപ്പെട്ടിരുന്നു. മികച്ച വിജയമായിരുന്നു ചിത്രത്തിന് അവിടെയും ലഭിച്ചത്. ആന്ധ്രാപ്രദേശിൽ 100 ദിവസത്തിലധികം ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി. ചിത്രത്തിന്റെ വിജയത്തിലൂടെ തെലുങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും മറ്റൊരു സവിശേഷതയായി. HY സ്റ്റുഡിയോസിന്റെ ബാനറിലാണ് ചിത്രം റീ റിലീസിന് എത്തുന്നത്. പുതിയ തലമുറയ്ക്ക് ഒരു വമ്പൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഈ റീ റിലീസിലൂടെ ലഭിക്കുമെന്ന് തന്നെ കരുതാം. തിയേറ്ററുകളിൽ ചിത്രം കാണുന്ന പുതിയ തലമുറയും സുരേഷ് ഗോപിയുടെ തീപാറുന്ന ഡയലോഗുകൾ ഏറ്റു പറയുന്നതിനും നമുക്ക് കാതോർക്കാം.